എന്നാലേ റബ്ബ് പറയാം അവന്റെ കാരുണ്യം കൊണ്ട്, എന്നാലേ അത് ദുന്യാവിൽ ഞാൻ മറച്ചു. ഈ മാന്യനും നല്ലവനുമായിട്ടാണല്ലോ ദുന്യാവിൽ അറിയപ്പെട്ടത്, എനിക്കറിയുള്ളൂ. ഇവിടെ ഞാൻ മറക്കണം. ഇപ്പൊ പുറത്തു പറയണ്ട, നമ്മൾ തമ്മിൽ അൽമാമൻ ഒമയാമൽ മിസ്കാര ദറത്തിൻ ഹൈറൻ യറ ഒമയാമൽ മിസ്കാര ദറത്തിൻ ശർറൻ യറ, അത് പണ്ട് പഠിച്ചോൻ പറഞ്ഞതാണ്. അണുമണി തൂക്കം ഹൈർ ചെയ്താൽ കാണുമെന്നാണ്, അണുമണി തൂക്കം ഷെർ ചെയ്താൽ ആവും കാണുമെന്ന് പറഞ്ഞു. ഇത് കാണണല്ലോ, കാണിക്കാൻ വേണ്ടി. അത് അറന്ന് കാരണി ഇതൊക്കെ ചെയ്ത് ഇത് പറഞ്ഞില്ലേ പറഞ്ഞു, ഇങ്ങനെ കാട്ടിയില്ല അങ്ങനെ കാട്ടി, ഒക്കെ ബോധ്യപ്പെട്ട്. എന്താ ബോധ്യപ്പെടുന്നത്? എനിക്കിഞ്ഞ് രക്ഷയൊന്നുമില്ല, ഇതൊക്കെ ശരിയാണ്, ഞാൻ ചെയ്തത് തന്നെയാണ്, സംഭവിച്ചു പോയതാണ്, എനിക്കിഞ്ഞൊരു രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ട് നിസ്സഹായനായി ഇങ്ങനെ നിൽക്കുമ്പോ റബ്ബ് പറയാണ്, ഇതൊക്കെ ഞാൻ ദുന്യാവിൽ നിനക്ക് പുറത്തുനിന്ന് ഞാൻ മറച്ചു വെച്ചതാണ്. ദുനിയാവിൽ പുറത്തുനിന്ന് മറച്ചു വെച്ച ഞാൻ ഇവിടെ എന്നെ വഷളാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അതൊക്കെ മറച്ചു വെക്കാണ്. എനിക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്നുള്ള എനിക്ക് അതിന് ആരും എന്ത് വേണ്ട, കോളർ പിടിക്കാൻ നിൽക്കണ്ടെന്നർത്ഥം. അതുണ്ടോ? സ്വർഗത്തിൽ കിടക്കുമ്പോ ഇങ്ങനെ ആരും കിടക്കണ്ട, ഇങ്ങനെ തന്നെ കിടന്നാ മതി, അതിനെ ഉള്ളൂ എന്നർത്ഥം. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവനെ സ്വന്തം ബോധ്യപ്പെടുത്തുക. സ്വന്തം ബോധ്യപ്പെടുത്തിയതിനു ശേഷം, ഇപ്പൊ കിതാബൊന്നും കൊടുത്തിട്ടില്ല, അതിന്റെ മുമ്പാണിത്. കിതാബ് കൊടുക്കാൻ പോകുമ്പോൾ മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളായ ആളുകളെ മാത്രം സ്വകാര്യമായിട്ടുള്ള ഒരു വിചാരണ, അത് കഴിഞ്ഞതിന് ശേഷം കിതാബ് കൊടുക്കുക. ഈ കിതാബിലാണെങ്കിൽ ഇവൻ ചെയ്ത ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ഒരൊറ്റ തെറ്റുമില്ല. ആ ഭാഗം തന്നെ കംപ്ലീറ്റ് മായ്ക്കപ്പെട്ടിരിക്കുന്നു. നല്ലതാണെങ്കിൽ ഒന്നും ഒയ്യാതെ ഉണ്ടാകും. ഇത് തൗബ ചെയ്യാത്ത ബാക്കിയുള്ള തെറ്റാട്ടോ പറഞ്ഞേ. അതേ സമയത്ത് വേറെ കുറെ തെറ്റുണ്ട്. ഒന്നാം നമ്പർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് തൗബത്തുൻ നസൂഹ് എന്ന് പറയുന്ന മനസ്സിൽ തട്ടി ഹൃദയം വേദനിച്ച് ഖേദിച്ച് മടങ്ങിയ തൗബയാണെങ്കിൽ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അത് മാറ്റികളയല്ല ചെയ്യുക, അത് ഇത് നേരെ മറിച്ചിട്ട് സാധനം മാറ്റുക. കള്ളിനെ സുർക്കിയാക്കുന്ന റബ്ബ് തെറ്റിനെ പുണ്യകർമ്മമാക്കി മാറ്റുന്നു. അവിടെ മാഞ്ഞുപോകല്ല, അതുണ്ട്. ഇവൻ കള്ളുടിച്ചതും ഇവൻ പെണ്ണുടിച്ചതും ഇവൻ കത്തിക്കുത്തുണ്ടാക്കിയതും വലിയ ഹജ്ജ് ചെയ്തതും നിക്കരിച്ചതും നോൽമ്പോറ്റതും ഒക്കെ ആയ അമലിന്റെ കൂട്ടത്തിൽ അതോൽപ്പെട്ട ഏതോ ഒന്നാക്കിയിട്ടാണ് മാറ്റുകയാണെങ്കിൽ ആളെന്നാണ് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു തമ്മാടിത്തരം തന്നെ. കാരണം എന്താ? തൗബത്തുൻ നസൂഹ് ചെയ്തവന് ഇതൊന്നും ചെയ്യാതെ പോകുന്ന നല്ല മുത്തഖീങ്ങളായ ആളുകൾ തന്നെ. എന്നാലും ഉണ്ടാവുമല്ലോ കുറെ എന്തെങ്കിലുമൊക്കെ. അത് ഇവിടുന്ന് ഒന്ന് കാണിച്ചു കൊടുത്ത് വരുന്ന ബേജാറാക്കുക. എന്നിട്ട് ഇത് പുറത്തു കൊടുത്തതിന് ശേഷം കിതാബ് കൊടുക്കും. അറാവമ്മാമൻ ഊതിയ കിതാബഹു ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോ കിതാബ് കയ്യെ കിട്ടി നോക്കുമ്പോ ഒരൊറ്റ തെറ്റുവരില്ല. നല്ല ക്ലിയർ 100% പുണ്യകർമ്മങ്ങൾ മാത്രം. അതിങ്ങനെ വായിക്കുമ്പോഴൊരു അന്തസ്. ആ അന്തസ്. അമ്മാമൻ ഊതിയ കിതാബഹു യമീനിഹി. വലത്തെ കയ്യിൽ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടതിന് ശേഷം പുണ്യകർമ്മങ്ങൾ മാത്രം എഴുതപ്പെട്ട കിതാബ് വലത്തെ കയ്യിൽ കിട്ടുമ്പം ഇവനിതിങ്ങനെ വായിച്ചിട്ട് അന്തസ്സോടുകൂടി അടുത്ത് നിൽക്കുന്ന ആള് ബേജാറായി നിൽക്കുകയാണിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇവന്റെ ഒരു അധിക പ്രസംഗം. ഓൻ പറയാണ്, ഹാവും ഒക്കറവ് കിതാബ്, എന്നാ പിടിച്ചു നോക്കി എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കടാ. എന്റെ കിതാബ് വായിച്ചു ഓനോട്. ഓന്റെ ബേജാറിൽ കടന്നിട്ട് എരിപൊരി കൊള്ളുകയാണ്. ഓന് ഇവന്റെ പുണ്യത്തരും വൽപ്പത്തരും ഒന്നും ഓനെ അറിയില്ല. പക്ഷെ ഇവനതൊന്നും അറിയില്ല. എല്ലാരും പോലെ തന്നെ ഇരിക്കുന്ന ഹാവും ഇഖ്റഊ കിതാബ്, എന്നാ വാങ്ങി നോക്ക് എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കടാ. എന്നിട്ട് പറയാ ഇന്നീ ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. റബ്ബിന്റെ തിരുമുമ്പിൽ വെച്ച് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും വിചാരണ നേരിടേണ്ടി വരുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിച്ച് മരിച്ചവനാണ് ഞാന്. അവൻ സന്തോഷപൂർണമായിരിക്കുന്ന ജീവിതത്തേക്ക് അവനെ പറ്റിയിട്ടാണ്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അർള് എന്ന് പറയുന്നത്. അതേ സമയത്ത് കണക്ക് നോക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് രക്ഷപ്പെടാൻ ഒരൊറ്റ മഖ്ലൂഖിനും റബ്ബിന്റെ മുന്നിൽ സാധ്യമല്ല. അതിന് മാത്രം റബ്ബിന്റെ നിഅമത്ത് നമ്മൾ ഉപയോഗിച്ചു പോയി. ഈ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ നമ്മൾക്കാർക്കും സാധിച്ചിട്ടില്ല. റബ്ബിന്റെ നിഅമത്ത് ഉപയോഗിച്ചിട്ട് അവന് ശുക്ർ ചെയ്യാത്തതിന്റെ പേരിൽ
കൃത്യമായെങ്ങാനും വിചാരണ നേരിടേണ്ടി വന്നാൽ 100% പടപ്പുകളും പരാജയത്തിലായിരിക്കും. പക്ഷേ റബ്ബ് അർഹമുർ-റഹീമാണ്, അവന്റെ ഔദാര്യമാണ് പടപ്പുകൾക്ക്. ആ ഒരൊറ്റ രക്ഷയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന തെറ്റിനെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങുക. നേരെ മറിച്ച് വമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ടവനാണെങ്കിൽ ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ ഹലക അന്നീ സുൽത്താനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയവനാണെങ്കിൽ ഇപ്പറഞ്ഞ യാതൊരു നിലക്കുള്ള ആനുകൂല്യം അവനില്ല. ആ കിതാബ് കിട്ടുന്ന അതിനൊരു പ്രത്യേകത എന്താണ്? വിളിച്ചു പറയാൻ ഇന്നാലിന്ന ആളുടെ ഹിസാബ് നടക്കാൻ പോകുന്നു, അവനുമായി ഹക്കടപാടുള്ളവരെല്ലാവരും ഹാജരാകണം. ഇങ്ങനെ ഇവൻ ഏറ്റവും ബഹുമാനിക്കുകയും ഇവനേറ്റവും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളെ അവന്റെ സമീപത്ത് നിറയെ ഹാജരാക്കും. കാരണം എന്തിന്? ഇവനെ കൂടുതൽ വഷളാക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇവൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഇവന്റെ മുന്നിൽ ചുറ്റും ഹാജരാക്കി നിർത്തി. എന്നിട്ടാണ് ഈ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ കിതാബ് കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, ഇഖ്റ കിതാബിക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് നീ തന്നെ വായിക്കണം. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, വേറെ ആരും നിന്റെ കണക്ക് നോക്കുന്നില്ല, നീ എന്നെ നോക്കിയാ മതി എന്ന് പറഞ്ഞിട്ട് ആ കിതാബ് ഇങ്ങോട്ട് വായിക്കാൻ തുടങ്ങുമ്പം തൊട്ടടുത്ത് ഉമ്മണ്ട്, വാപ്പണ്ട്, ഉസ്താദുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അഞ്ചന്മാരുണ്ട്, ഇവൻ പ്രിയപ്പെട്ടവന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവൻ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന വളരെ വളരെ നീചവും നികൃഷ്ടവുമായിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരറിയാണെങ്കിൽ അവൻ അത്ര മാനക്കേടില്ല. ഇവൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾ അറിയുന്നതാണ് മാനക്കേട്. അവരെ തന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ആ വഷളത്തരം ഇത് വായിക്കാൻ പറയുമ്പോഴുള്ള വഷളത്തരം കൊണ്ടാണ് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു കിതാബ് തരാതിരുന്നാൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എന്താണൊരു വിചാരണ എന്ന് അറിയാത്ത നിലക്കാണ് കഴിഞ്ഞ യാ ലൈതഹ കാനത്തിൽ ഖാദിയ, എല്ലാം റബ്ബ് നേരത്തെ തന്നെയാണ് തീരുമാനിച്ചു വിട്ട് നരകത്തേക്കാണ് വിട്ടേക്കാണെങ്കിൽ ഈ മാനക്കേടിലാകേണ്ടില്ലല്ലോ. നേരത്തെ മുത്തഖീങ്ങളായ ആളുകളെ അള്ളാഹു കാക്കുന്ന മാനം സ്വകാര്യമായിട്ട് അള്ളല്ലാതെ അവന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളെ പോലും അറിയിക്കാതെ സ്വകാര്യമായി മറവെച്ചുകൊണ്ട് കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച തമ്മാടികളാണെങ്കിൽ അവൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ ചെയ്ത മുഴുവൻ നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ള കിതാബ് കൊടുത്തിട്ട് അതിങ്ങോട്ട് വായിക്കാൻ പറയുമ്പോഴാണ് ഒന്നും വേണ്ടിയിരുന്നില്ല, നരകത്തേക്ക് പോകാൻ നേരത്തെ തീരുമാനിച്ചൊക്കെയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയാണ്. അങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ് ഒന്നും വിട്ടിട്ടില്ല. അപ്പോഴാണ് പറയാ, മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാ പടച്ചോനെ ഇത്, ചെറുത് വലുത് ഒന്നും വിടാതെ മുഴുവനുമുണ്ടല്ലോ. ഇങ്ങനെ വഷളാക്കിക്കൊണ്ടുള്ള വിചാരണ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥയിൽ വിവിധങ്ങളായ വിചാരണയുടെ സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ രക്ഷപ്പെടുന്നു തോന്നുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവിടെ സത്യം പറയും. സത്യം പറയുന്ന മോമിനീങ്ങൾ കുറെ തെറ്റൊക്കെ ചെയ്ത് ഞങ്ങളായിട്ട് അങ്ങനെ പറ്റിപ്പോയതാ പടച്ചോനെ എന്നൊക്കെയുള്ള തുറന്ന് പറയുന്നത് കാണുമ്പോൾ കാഫിരീങ്ങളായ ആളുകൾ പറയും, പടച്ചോനെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിണ്, ഞങ്ങൾ ശിർക്ക് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, കാഫറായിട്ടുണ്ട്, ഒക്കെ ഉണ്ട് റബ്ബേ നീ ഒന്ന്. അപ്പൊ എന്താ വേറൊരു കൂട്ടനുണ്ട്, പൊള്ളറിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് തോന്നുന്ന സമയമുണ്ട്. അതാണ് മഹ്ശറയുടെ വ്യത്യസ്തങ്ങളായ അവസ്ഥ. ഓരോ അവസ്ഥയെ പറ്റിയിട്ടുള്ള ഖുർആന്റെ പരാമർശങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അത് ഒന്നൊന്നിന്റെ വൈരുദ്ധ്യമല്ല, അവസ്ഥ വ്യത്യാസങ്ങളാണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തബരി റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥയിൽ അവസ്ഥക്കനുസരിച്ച് അതാത് സന്ദർഭത്തിലുള്ളത് ഖുർആൻ അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ പറയാം. ആ കൂട്ടത്തില് ഒന്നും ചെയ്തിട്ടില്ല, കള്ളുടിച്ചിട്ടില്ല, പെണ്ണുടിച്ചിട്ടില്ല, കത്തികുത്തുണ്ടാക്കിയിട്ടില്ല, കാഫറായിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, ഒക്കെ മുഴുവൻ നിഷേധിക്കുന്ന ഒരു കൂട്ട്. ആ നിഷേധിക്കുമ്പോഴാണ് അല്ലാഹു തആല പിന്നെ സാക്ഷി ആവശ്യപ്പെടുക. സാക്ഷി ആവശ്യപ്പെടുമ്പം ഒന്നാം സാക്ഷിയായിട്ട് വരുന്നതാണ് അള്ളാഹു നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാൻ വിട്ട ഈ ഭൂമി. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ
ഭൂമിയോട് അള്ളാഹു നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ഈ ഭൂമിയാണ് ഒന്നാമത് സാക്ഷിയായി നമുക്ക് സംസാരിക്കുന്നത്. നല്ലത് ചെയ്തവർക്ക് ഗുണമായിട്ടും തെറ്റ് ചെയ്തവർക്ക് എതിരായിട്ടും ഈ ഭൂമി സാക്ഷി നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഫർദ് സ്കരിച്ചോടത്തുനിന്ന് ഒന്ന് മാറിക്കണം സുന്നത്ത് സ്കരിക്കാനേ പറഞ്ഞു. ഒരു സുന്നത്ത് സ്കരിച്ചിട്ട് രണ്ടാമത് വേറെ സുന്നത്ത് സ്കരിക്കണമെങ്കിൽ കുറച്ചൊന്നുകൂടി മാറിക്കണം. കാരണം ആ സ്ഥലങ്ങളൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്ത സ്ഥലങ്ങളൊക്കെ അവന് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നവനെ പറ്റി പറഞ്ഞോടത്ത് കാണാലോ, ബാങ്ക് കൊടുക്കുന്ന ആളുടെ ശബ്ദം എവിടെ വരെ എത്തുമോ ആ എത്തുന്ന സ്ഥലം വരെയുള്ള മണൽത്തരികൾ തൊട്ട് എല്ലാ വസ്തുക്കളും അവൻ അനുകൂലമായി സാക്ഷി നിൽക്കും. നേരെ മറിച്ചു അങ്ങനെ തന്നെ അക്രമം ചെയ്തതും അനീതി ചെയ്തതും തമ്മാടിത്തരം ചെയ്തതും ഈ ഭൂമിയിൽ വെച്ചാണ്. ഈ ഭൂമി അതിന്റെ മുകളിൽ വെച്ച് നടന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെയും അള്ളാഹുവിന്റെ മുന്നിൽ പറയും. എന്തുകൊണ്ട് അള്ളാഹു കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടങ്ങനെ പറയാൻ. സാക്ഷി ഭൂമിയുടെ സാക്ഷി പോരാത്തതിന് ബഹുമാനപ്പെട്ട മുഖറബീങ്ങളായിരിക്കുന്ന രണ്ട് മലക്കുകൾ സാധാരണ ഇവന്റെ കൂടെ ഇവന്റെ ഹസനാത്തും സയ്യാത്തും രേഖപ്പെടുത്തി മരണം വരെ ഇവന്റെ കൂടെയുണ്ടായിരുന്ന രണ്ട് മലക്കുകൾ തശദറുജുഹും കൈ സംസാരിക്കുന്നു, കാല് സാക്ഷി പറയുന്നു. മാകുന്തും തസ്തതിറൂന ഇഷാദരീക്കും സമ്മുക്കും വല അബ്സാറുക്കും എന്നല്ല നിങ്ങളെ കാഴ്ചകളും കേൾവികളും വല ജുലൂദുക്കും ശരീരത്തിലുള്ള ചർമ്മങ്ങൾ വരെ സാക്ഷി പറയും. അങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതുകൊണ്ട് ചെയ്തതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ തൊട്ടടുത്ത അവയവം അതിന് സാക്ഷി പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ ഒന്നും പറയല്ലോ. സ്വന്തം ശരീരം തന്നെയല്ലേ. പരാജയം 100% ബോധ്യായി. ആദ്യം തന്നെ ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, ഒക്കെ നിഷേധിച്ചാൽ നടക്കൂ നോക്കാണ് മനുഷ്യന്റെ പ്രതീക്ഷയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടു എന്ന്. അവസാനം സ്വന്തം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ചർമ്മം ഉൾപ്പെടെ തന്റെ ചെയ്തികൾക്ക് റബ്ബിന്റെ തിരുമുമ്പിൽ വ്യക്തമായി സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ വിചാരണ പൂർത്തിയായി. വിചാരണ പൂർത്തിയായ സമയത്ത് റഹ്മാനായ റബ്ബിന്റെ കൽപ്പന പ്രകാരം സംസാരശേഷി തിരിച്ചു കൊടുത്തു. അപ്പോഴാണ് പറയാ ഹിമഷഹിത്തും മരയിന എടാ കയ്യേ നമുക്ക് പിടിച്ച കാലേ എന്തിനാ നമ്മക്ക് കേടായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വർത്താനം മുഴുവനും റബ്ബിന്റെ മുന്നിൽ പൊള്ളി പറഞ്ഞു നോക്കി. ഇപ്പൊ നിങ്ങളൊക്കെ പാടൊക്കെ നമ്മളെ പരിധിക്കാണല്ലോട്ടെ. സ്വന്തം ശരീരത്തിന് കുറ്റപ്പെടുത്താണ്. അപ്പൊ ഞങ്ങളെന്താ കാട്ട പൊന്നും മോനെ, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. ഏത് വസ്തുവിനെയും സംസാരിപ്പിക്കാൻ കഴിവുള്ള റബ്ബാവുന്ന തമ്പുരാൻ ഞങ്ങളോട് സംസാരിപ്പിച്ചു. ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളതിൽ ഒരു നിവൃത്തിയില്ല. റബ്ബിന്റെ ഓർഡർ എന്തോ അതേ ചെയ്യാൻ പറ്റൂ. ഞങ്ങളോട് റബ്ബ് സംസാരിക്കാൻ പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചു. ഇതായിരുന്നു. ഇങ്ങനെ ഇനി ഒരു ന്യായവുമില്ല. സ്വന്തം ശരീരത്തിലെ ചർമ്മങ്ങൾ തൊട്ട് കൈകാലുകളും ഓരോ അവയവങ്ങളും ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഇനിയിപ്പോ ശരിയല്ലേ, ഇനിയിപ്പോ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ എത്തിച്ച് എന്നിട്ടും റബ്ബ് മതിയാക്കുന്നില്ല. അവിടെ എത്തിച്ചിട്ടും മതിയാക്കുന്നില്ല. ഇനിയാണ് തൂക്കാൻ കൊണ്ടുപോകുന്നതും കണക്ക് നോക്കുന്നു. ഇതുവരെ ഇപ്പൊ വായിച്ചു ബോധ്യപ്പെടുത്തുകയെന്ന്. വായിച്ചു ബോധ്യപ്പെടുത്തിയാലുണ്ടല്ലോ കുറച്ചൊക്കെ നല്ലതും ഉണ്ടാവും, കുറച്ചൊക്കെ മോശം ഉണ്ടാവും. മോമിനിങ്ങളാണെങ്കിൽ മറ്റൊരാണെങ്കിൽ നല്ലതൊന്നും കാണാനുണ്ടാവില്ല, തെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒന്നും തൂക്കി കണക്കാക്കാൻ